നമ്മൾ നോക്കാൻ പോണ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ ആൻഡ് ഓർ കൊട്ടേഷൻ ആണ്. സോ ടെൻഡർ ആൻഡ് കൊട്ടേഷനിൽ 4 സ്റ്റെപ്പാണ് മെയിൻലി ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തിയറി പഠിച്ചതുപോലെ തന്നെ പഴയ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്ത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പോകണം. പെർസെൻറ്റേജ് ബേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റത്തിൻ്റെ പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ് ആൻഡ് ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ്. ഈ 3 പെർസെൻറ്റേജാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് മാത്രം ഡയറക്റ്റ് വേജ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓഫീസ് ഓവർ ഹെഡും സെല്ലിംഗ് ഓവർ ഹെഡും വർക്ക് കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യണം. റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 ബൈ സെയിൽസ് എന്നുള്ളത്. അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറയാൻ പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ന്യൂ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതോടെ ടെൻഡർ ആൻഡ് കൊട്ടേഷൻ തീരും. നമുക്ക് അടുത്ത പ്രോബ്ലം ടെൻഡർ ആൻഡ് കൊട്ടേഷൻ്റെ ഒരെണ്ണം ചെയ്യാം. ഇതാണ് ടെൻഡർ ആൻഡ് കൊട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ടെൻഡർ ആൻഡ് കൊട്ടേഷനിൽ ക്വസ്റ്റ്യൻ അവിടെ തന്നത് നോക്കുക, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണെന്ന് പറഞ്ഞു. സോ നമ്മളൊരു ചെറിയ ബോക്സാണ് വരുന്നത്. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ കുറച്ച് ചെറിയൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നമുക്ക് കാണിക്കുന്നത്. സോ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കറിയാം ആദ്യം വേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിൽ വേണ്ട കാര്യങ്ങൾ 3 ആണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് വേജസ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ ആ 3 ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മൾ എഴുതിയിട്ട് നമുക്ക് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമുക്ക് തന്നിട്ടുണ്ട്. സോ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. സോ നമുക്കത് എഴുതാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ എഴുതി പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് നമുക്കറിയാം ഫാക്ടറി ഓവർഹെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ എടുക്കുന്നതിന് മുന്നത്തെ വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെ ടെൻഡർ ആൻഡ് കൊട്ടേഷൻ്റെ തിയറിയിൽ പറഞ്ഞിരുന്നു. എസ്റ്റിമേഷന് മുന്നത്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന്. സോ അതുകൊണ്ട് എസ്റ്റിമേഷനിൽ മുന്നത്തെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് 81,000 എന്നുള്ളതും. സോ അത് നമുക്ക് എഴുതി ഫാക്ടറി ഓവർഹെഡ് അത് വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാം. നമ്മളിതിനകത്ത് വർക്ക് കോസ്റ്റും കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സോ ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിലോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീരും. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. നമുക്കറിയാം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അത് നമ്മൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എടുത്ത് എഴുതിയാൽ മാത്രം മതി. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കിട്ടി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കോസ്റ്റ് ഷീറ്റായി. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. 3 പെർസെൻറ്റേജസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ 3 പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. സോ ആദ്യത്തെ ഫാക്ടറി ഓവർഹെഡിൻ്റെത് അറിയാം. നമ്മൾ പറഞ്ഞു ഫാക്ടറി ഓവർഹെഡ് മാത്രം നമ്മൾ ഡയറക്റ്റ് വേജ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ബാക്കിയെല്ലാം വർക്ക് കോസ്റ്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തേത് അതായത് ഫാക്ടറി ഓവർഹെഡിൻ്റെത് ചെയ്യാം. എങ്ങനെയാണ്? സോ നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത്. സോ അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 81,000 എന്നുള്ളത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറാണ്. 2,17,000. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 13% എന്ന് കിട്ടും. സോ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ സാധനം നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റേറ്റ് ആണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റേറ്റും അതുപോലെ തന്നെ നമുക്ക് എഴുതാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സോ അതിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ആ തന്നിരിക്കുന്നത് അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇൻറ്റു 100 ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് ആണ്. വർക്ക് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 7,00,000 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 8% എന്ന് കിട്ടും. സോ ഈ 2 മാത്രം നമുക്ക് ഇവിടെ സ്റ്റെപ്പ് 2 ചെയ്യാനുള്ളൂ. കാരണം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. സോ ഈ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റിൻ്റെ ഒരു ബേസ്ഡ് ക്വസ്റ്റ്യൻ റേറ്റ് ആണ്. ഇത് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ സെയിൽ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് സ്റ്റെപ്പ് 3. സോ നമുക്ക് സ്റ്റെപ്പ് 3 ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 3. അപ്പം നമുക്കിവിടെ പ്രോഫിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 12.5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ
12.5 ഡിവൈഡഡ് ബൈ 100 ഓഫ് സെയിൽ എന്ന് നമുക്ക് ഇത് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് മാറ്റണം. അതിന് നമ്മൾ 12.5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10 ഓഫ് സെയിൽ എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് 125 ഡിവൈഡഡ് ബൈ 100 ഓഫ് 1000 ഓഫ് സെയിൽ എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1/8 എന്ന് കിട്ടും. സോ 1/8 ഓഫ് സെയിൽസ് എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/8 ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/7 ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/6 ഓഫ് സെയിൽ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 1/5 ഓഫ് കോസ്റ്റ് കിട്ടും. ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതായത് നമ്മൾ മറക്കരുത്. 1/8 ആണെങ്കിൽ 1/7 ഓഫ് കോസ്റ്റ് എന്ന് കിട്ടും. ഇപ്പോൾ 1/9 ആണ് ഇവിടെ കിട്ടിയത്, 1/8 കിട്ടിയത്. 1/10 ആയിരുന്നെങ്കിൽ 1/9 കിട്ടിയത്. അങ്ങനെ. സോ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് മറന്നു പോകരുത്, ഇത് നോട്ടീസ് ചെയ്യുക. സോ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 1/8. സ്റ്റെപ്പ് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇവിടെ വരായി. ഇനി അടുത്ത സ്റ്റെപ്പ് 4, അതായത് ന്യൂ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് സ്റ്റെപ്പ് 4. സോ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും എല്ലാം എന്തിൻ്റെ ബേസിലാണ്, ന്യൂ, അതായത് എസ്റ്റിമേഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കൊട്ടേഷൻ ഓഫ് പ്രൈസ് ഓഫ് ആൻ അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ, പക്ഷേ നമ്മൾ ഇവിടെ എലമെൻറ്റ് ഓഫ് കോസ്റ്റും ഇവിടെ റുപ്പീസ് എമൗണ്ട് എന്നുമാണ് നമ്മൾ എഴുതണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കുക, പ്രൈം കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതായത് 10,000 ആണ് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ വരിക. നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ 3,50,000 ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന, അതായത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ എഴുതുക. അതുപോലെ തന്നെ എന്താണ് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ് എന്നുള്ളതും എസ്റ്റിമേഷൻ വിലയായിരിക്കും നമ്മൾ എഴുതുന്നത് 7,000. ഓക്കെ, ഇവിടെ വരെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാക്ടറി ഓവർഹെഡ്. അതായത് നമ്മുടെ വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് വേണം. സോ ഇവിടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എടുക്കുമ്പോൾ ഏത് എമൗണ്ട് എടുക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാരണം ക്വസ്റ്റ്യനകത്ത് നമുക്ക് എസ്റ്റിമേഷൻ അവിടെ ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 81,000 നമുക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ 7,000, അതായത് ഡയറക്റ്റ് ലേബറിൻ്റെ 7,000ൻ്റെ 13% ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ കാണിക്കാം 7,000 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഇവിടെ കാണിക്കുന്ന എമൗണ്ട്. ബിക്കോസ് നമ്മൾ ഫാക്ടറി അവാർഡ് ചെയ്തത് എന്തിൻ്റെ ബേസിലായിരുന്നു, ഡയറക്റ്റ് വേജിൻ്റെ ബേസിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേജ് എമൗണ്ടിനെ ബേസ് ചെയ്ത് നമ്മളിത് എടുക്കുന്നത്. ഇത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 2100, 2,200 എന്നുള്ള ഇതാണ്. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫാക്ടറി ഓവർഹെഡ് കിട്ടും, അതായത് 19,100 എന്നുള്ളത്. ഇതാണ് നമ്മുടെ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ വർക്ക് കോസ്റ്റ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ പ്രൈം കോസ്റ്റ് കിട്ടി, വർക്ക് കോസ്റ്റ് കിട്ടി. ഇനി അടുത്ത നമ്മുടേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ സംഭവം. സോ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർക്ക് കോസ്റ്റിൻ്റെ ബേസിൽ, കാരണം നമ്മളറിയാം നമ്മളത് എടുത്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും വർക്ക് കോസ്റ്റിൻ്റെ ബേസിലാണ്. സോ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും എടുക്കുന്നത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് എഴുതിയിട്ട് 90, ഇതിൻ്റെ 8/100. ഇതാണല്ലോ നമുക്ക് 8 ആണല്ലോ നമുക്ക് ചെയ്തപ്പോൾ ആൻസർ ആയിട്ട് കിട്ടിയത്. സോ ഈ 8% ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 8% എടുക്കുക. അപ്പോൾ നമുക്ക് 1528 എന്നുള്ളൊരു എമൗണ്ട് കിട്ടും. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും 2068. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് സെയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, നമ്മൾ 1/7 അത് 1/7 ആണ് നമ്മൾ സെയിൽ കണ്ടുപിടിച്ചത്. 1/7 ഓഫ് 2068 ഇതിൻ്റെ 1/7 എടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അത് 2947 എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ.